ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കവിതകൾ കേൾക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ കേട്ട ഒരു വരി വിഷ്വൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നിരുന്നു. ഈ പലിശപ്പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വിഷ്വലുണ്ട്. കാട്ടാക്കട മുരുകൻ്റെ പല കവിതകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു വിഷ്വൽ ഉണ്ടാവും. ആ പുറകിലെ മാവ് എന്താണെന്നും അതിലെങ്ങനെയാണത് സംഭവം നടന്നതെന്നും ഞാൻ എൻ്റെ മനസ്സിൽ ആ സമയത്ത് സങ്കല്പിക്കുന്നുണ്ടായിരുന്നു. സങ്കടമുള്ള കാഴ്ചയാണ്. പക്ഷേ നമ്മൾ ആ ഉണ്ടാക്കുന്നൊരു ബോധമുണ്ട് എന്താണ് നമ്മുടെ നാട്, അതെങ്ങനെയൊക്കെ മാറണമെന്നുള്ളത്. ഒരു വിഷൻ വെച്ച് തന്നെ കവിത എഴുതുമ്പോഴും എല്ലാവരും ആസ്വദിക്കുന്ന കവിതകളാകുന്നത് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു അത് ഒന്ന് ചൊല്ലി തുടങ്ങി നമുക്ക്. പൊട്ടിയ താലിച്ചരടുകൾ കാണാം അല്ലേ? പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അതായത് ഞാനിപ്പോൾ വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ എടാ ഇങ്ങനെ ഒരു ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ ആ ചേട്ടൻ തൂങ്ങി മരിച്ചടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഓടി ആ വീടിൻ്റെ അറ്റത്ത് വീടെന്ന് പറയാൻ പറ്റില്ല, അവിടെ കൂടെ ഇങ്ങനെ കൊച്ചു ജനലിലൂടെ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം മരിക്കുന്നതിന് കാരണങ്ങൾ ആളുകൾ ഇങ്ങനെ നമ്മളെ അമ്മമാരൊക്കെ ഇരുന്ന് വർത്തമാനം പറയും, പിന്നാമ്പുറങ്ങളിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവൾ കളിച്ചോണ്ട കിടക്കുമ്പോൾ കേൾക്കുന്നുണ്ടാവും. അവൻ അവിടെ നിന്ന് പൈസ വാങ്ങി, ഇവിടെ നിന്ന് പൈസ വാങ്ങി, ഇന്നലെ മറ്റേ ആൾ വന്ന് ചീത്ത വിളിച്ചു എന്നൊക്കെ. അപ്പം അത് എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന ഒരു കാര്യമാണ്. അത് പറയേണ്ട സമയം വന്നപ്പോൾ ഞാനതങ്ങ് പറഞ്ഞു. അപ്പോഴും ബ്ലേഡ് കമ്പനിക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ പൈസയും എങ്ങനെ കിട്ടുമെന്നാണ്. അപ്പം അപ്പോഴും പറയുന്നുണ്ട്, മറ്റവൻ ഇപ്പോഴും പറയുന്നുണ്ട് ആ പൈസ എങ്ങനെയെങ്കിലും അവൻ്റെ മറ്റു ബന്ധുക്കളിൽ നിന്ന് വാങ്ങണമെന്ന്. അപ്പം അതാണ് തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് തന്നെ ആയിരിക്കണം. ഞാൻ ജീവിക്കുന്ന കാലത്തെ കൂടെ ആവിഷ്കരിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് എൻ്റെ കവിതയെയും ആലാപനത്തെയും ഞാൻ കാണുന്നത്. ഈ കവിതകളുടെ ഒരു ചൊല്ലൽ എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മുരുകൻ കാട്ടാക്കട ആകുന്നതിൻ്റെ പിന്നിൽ ഈ ചൊല്ലലിനൊരു സ്ഥാനമുണ്ട്. ഞങ്ങളുടെയൊക്കെ കാതുകളിൽ ഇത് എത്തിയത് ചൊല്ലലായിട്ടാണ്. ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടല്ല ആദ്യം മനസ്സിലാക്കണേ, പിന്നീട് നമ്മളിത് വായിക്കാനുള്ള പ്രേരണയാവും. അതൊരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ചൊല്ലലിനൊരു ശക്തിയുണ്ട്. ഈ ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി ഈ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഒരു താളബോധം നമ്മുടെ ഉള്ളിൽ എവിടെയോ വന്നു ചേർന്നിട്ടുണ്ട്. ആ താളം ഭയങ്കരമായിട്ട് ഗുണകരമായിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് ഞാനും ആലോചിച്ചിട്ട് എങ്ങനെയായിരിക്കും ആ താളബോധം ഉണ്ടാകുന്നത്. പല പല കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ജീവിച്ചു വളർന്നത്, എൻ്റെ നാട് നെയ്യാറിൻ്റെ തീരത്താണ്. ഞാൻ ജനിച്ചു വളർന്നത് നെയ്യാറിൻ്റെ കരയിലാണ്. അപ്പം നെയ്യാറിൻ്റെ ഒരു താളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കുഞ്ഞായിരിക്കുമ്പം അന്ന് ഞാൻ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യുന്നത്, കൊച്ചായിരിക്കും ചെയ്യുന്നത്, വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നാമം ജപിക്കുക എന്ന ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയോഗം പോലെ അമ്മ നിർബന്ധിച്ച് ആദ്യമൊക്കെ, പിന്നെ ഞാൻ എൻ്റെ ഒരു റൊട്ടീനാകുമല്ലോ നമുക്ക്, പിന്നെ എല്ലാ ദിവസവും അപ്പോൾ രാമ എന്ന് എന്ത് ചെയ്യും, നാമം ജപിക്കുമായിരുന്നു. ഒരു പക്ഷേ അമ്മ നൽകിയ ആ ഒരു അറിഞ്ഞോ അറിയാതെ കിട്ടി, അതും ഇതെൻ്റെ ഒരു താളബോധത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ ഈ പറയും പോലെ പുസ്തകങ്ങൾ 1-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു 4-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പം പാഠപുസ്തകങ്ങളിലെ കവിതകൾ നമ്മൾ വല്ലാതെ ആകർഷിച്ചു തുടങ്ങി. കാലലില്ലാത്ത കാലമൊക്കെ അന്ന് കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയൊക്കെ നമ്മൾ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുകയും അതിങ്ങനെ ഉരുവിട്ട് ചൊല്ലും. ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാലം മുതൽ എനിക്ക് കവിത കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലപിക്കും. അങ്ങനെ കിട്ടാവുന്ന എല്ലാ കവിതകളും ചൊല്ലുന്നൊരു രീതി മനസ്സെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം മലയാളം പഠിക്കണമെന്നായിരുന്നു. പക്ഷേ എനിക്കന്ന് മലയാളം പഠിക്കാൻ കഴിഞ്ഞ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, മലയാളം എനിക്കന്ന് പഠിക്കാൻ കഴിയാത്തതിന് കാരണം ഞാൻ എൻ്റെ കാട്ടാക്കടയിൽ അന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ കാട്ടാക്കടയിൽ ക്രിസ്ത്യൻ കോളേജുണ്ട്, അവിടെ മലയാളം ഐച്ഛികമായി ഇല്ല ഡിഗ്രിക്ക്. തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജിലും ഒക്കെ മലയാളമുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തി പഠിക്കാനുള്ള ജീവിത സാഹചര്യം ഇല്ല. അതുകൊണ്ട് മാത്രം വേദനയോടെ ഉപേക്ഷിച്ച ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ മലയാളം ഐച്ഛികമായി പഠിക്കുക എന്നുള്ളത്.
അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് കിട്ടിയ വിഷയം എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കുമ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം ചെയ്യുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പുസ്തകവും ഞാൻ നന്നായി വായിച്ച് മനസ്സിലാക്കി. എല്ലാ കവിതയും അന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്ന എല്ലാ കവിതയും ഞാൻ കാണാതെ പഠിച്ചു വെച്ചു. പരീക്ഷയ്ക്ക് വേറെ ഒരു തരത്തിലുള്ള സഹായം, ആരുടെയും സഹായം ഇല്ലാതെ ചോദ്യങ്ങൾക്ക് കവിതകൾ എഴുതി തന്നെ അങ്ങനെ നല്ല മാർക്ക് വാങ്ങിയിരുന്നു മലയാളത്തിന്. അപ്പം മലയാളം ഞാൻ പറയുന്നത് ഭാഷയോടും കാവ്യ ആലാപനത്തോടും എനിക്ക് വലിയ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പം റേഡിയോ, കൊച്ചു റേഡിയോയിലൂടെ ആകാശവാണി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ലളിത സംഗീത പാഠം. എൻ്റെ ആകെ ഉള്ള ശാസ്ത്രീയ സംഗീത ബോധത്തിൻ്റെ കാര്യം അത്. അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്, കർണാടക സംഗീത പാഠമുണ്ട്. രണ്ടും, കർണാടക സംഗീത പാഠവും ലളിത സംഗീത പാഠവും എനിക്ക് ഗംഭീര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ കിട്ടുന്ന അവസരമല്ല അത് കേൾക്കുകയും കൂടെ ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബാല്യകാല ഒരുക്കമാണ് ആ കാര്യത്തിൽ എന്നെ സഹായിച്ചതെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഈ കവിതയുടെ അവസാനം ഒരാളൊരിക്കൽ കണ്ണട വെച്ചു, അയാൾക്ക് കിട്ടിയത് കല്ലെറിയും കുരിശേറ്റമാണ്. മറ്റൊരാളൊരിക്കൽ പിന്നീട് വെച്ച കണ്ണടയ്ക്ക് കിട്ടിയത് വെടിയുണ്ടയാണ്. അപ്പോൾ അത് ആ വരിയൊന്നും ചൊല്ലുക. അതായത് ഞാൻ ആ കവിത അവസാനിപ്പിക്കുന്നത് കൊത്തി ഉടയ്ക്കുക തിമിര കാഴ്ചകൾ, സ്ഫടിക സരിതം പോലെ സുഹൃതം, കാടുകരിച്ച് മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ. അങ്ങനെ ഒരു മാവേലിത്തറ കാണുന്നത് വരെ ഈ ദുഷിച്ച കാഴ്ചകളെ എങ്ങനെ കൊത്തി ഉടയ്ക്കുക എന്നുള്ളതാണ്. അതാണ് ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം, വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. അങ്ങനെയാണ് കൊത്തിയുടയ്ക്കുക തിമിരക്കാഴ്ചകൾ. അപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ മനുഷ്യൻ കുറച്ചുകൂടെ കൊള്ളാവുന്ന മനുഷ്യരാകണമെന്ന് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ചില നല്ല മനുഷ്യർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ മാനവ സമൂഹം ഒരു കാലത്തും അവരെ അംഗീകരിക്കുകയോ അവരെ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ ഇടയായിട്ടില്ലല്ലോ, ഉണ്ടായിട്ടില്ല. സോക്രട്ടീസിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും പിന്നെ അവരെ കൊണ്ടാടപ്പെടുകയും അവരെ സ്ഥാപനവൽക്കരിക്കുകയും അവരെ വിഗ്രഹവൽക്കരിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവർ അത്യന്തികമായി അവർ പറയുന്ന വഴികൾ, ഇപ്പം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളെ അതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പിന്നെ വേറൊരു സോഷ്യലിസ്റ്റ് ചിന്തയുടെ ആവശ്യം വരുന്നില്ലല്ലോ, അല്ലേ? സ്വന്തം അയൽക്കാരനെ അവനവനെ പോലെ തന്നെ നിന്നെ പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിനപ്പുറം പിന്നെ ഒരു സോഷ്യലിസം ഉദിക്കുന്നില്ലല്ലോ, അല്ലേ? ഞാനുമില്ല നീയുമില്ല നമ്മളാകണം എന്ന് പറയുന്ന കൺസെപ്റ്റാണത്. അപ്പോൾ തീർച്ചയായും അതും മതിയായിരുന്നു. നമ്മൾ മനുഷ്യരെ ഇല്ലാതാക്കാതെ വേദനിപ്പിക്കാതെ പരസ്പരം സന്തോഷത്തോടെ സ്നേഹം പങ്കുവച്ച് ജീവിക്കാൻ. പക്ഷെ ഒരു കാലത്തും അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഒരു ദിശ, ഒരു സൂചനയാണ് ഞാൻ അതിൽ ഇങ്ങനെ കവിതയിലൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ കർഷകൻ്റെ ആത്മഹത്യ മറ്റൊരു കവിതയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ്. അതിൻ്റെ തുടക്കം ഒന്ന് ചൊല്ലാവോ? കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ വയനാട്ടിൽ തുടർച്ചയായ കർഷക ആത്മഹത്യ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കൃഷിയും പോയി, അതുകൊണ്ട് കർഷകരും പോയി, അതുകൊണ്ട് കർഷകരുടെ ആത്മഹത്യയും കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാ കാര്യമൊന്നുമില്ല. കർഷകരുടെ അവസ്ഥ വളരെ ദുരന്ത സമ്പൂർണ്ണം തന്നെയാണ് ഇന്ത്യ മുഴുവനുമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എങ്കിലും ആ കാലഘട്ടത്ത് കൃഷി ഒരു പ്രൗഢമായ ഒരു ജീവിത ചര്യയായി നിലനിൽക്കുന്ന കാലത്ത് പെട്ടെന്ന് തകർന്നപ്പോൾ, ഈ കമ്പോളം ഇടിച്ചു കയറിയപ്പോൾ ആ ഒരു ട്രാൻസിഷണൽ പീരീഡ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ നിഷ്കളങ്കരായ ദുർബലരായ ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഇപ്പോഴും നടക്കുന്നു, വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളമായി മരണം ഇപ്പോഴും നടക്കുന്നു, ആത്മഹത്യ. അപ്പോൾ അന്ന് ഈ അമ്പലവയൽ എന്ന് പറയുന്ന വയനാട്ടിലെ ഒരു പ്രദേശത്തെ ഒരു ആൾ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ച് ഒരു വാർത്ത വായിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹം ഈ കൃഷി തുടങ്ങി, വീണ്ടും എല്ലാം പരാജയപ്പെട്ടു നിന്നു. പക്ഷേ ആളുകളെല്ലാം കൂടെ പറഞ്ഞ് അദ്ദേഹം ബാങ്കിൽ നിന്നൊരു ലോണൊക്കെ എടുത്ത് മനോഹരമായി കൃഷി തുടങ്ങി. കൃഷി ഗംഭീരമായി വന്നു, എല്ലാ ദിവസവും വയലിൽ തന്നെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥ വരികയും പകുതി വിളഞ്ഞിട്ടില്ല, പകുതിയായ ചെടികളെല്ലാം കരിഞ്ഞുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചടവും മറ്റു കാര്യമെല്ലാം ഇല്ലാതായി. ആ സമയത്ത് ഈ വീട്ടിലേക്ക്, അയാൾ വയലിലായിരുന്ന സമയത്ത് വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് കൊണ്ട് പതിക്കാൻ ആൾ വന്നിരുന്നു. അപ്പോൾ തിരിച്ചദ്ദേഹം ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖസമ്പൂർണ്ണമായ അയൽവാസികളൊക്കെ വെറുതെ നോക്കുന്നു. അപ്പം ഭാര്യയോട് ചോദിക്കുമ്പോൾ അവരും ഇങ്ങനെ ഇത് വന്ന് ഒട്ടിച്ചു, അയാൾ കണ്ടു. അന്ന് രാത്രി അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അടുത്ത ദിവസം രാവിലെ അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അയാൾ രാവിലെ എണീറ്റ് മാതാവിൻ്റെ തിരുരൂപത്തിൻ്റെ മുന്നിൽ ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തി വെച്ച്
അയാൾ പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ട് ഭദ്രമായി അടുക്കളയിൽ വെച്ച മോളെയും ഭാര്യയൊക്കെ ഒന്ന് കണ്ട് മെഴുകിൽ വിട്ടത് കണ്ട് എല്ലാം അണച്ചു വെച്ചിട്ട് നേരെ ഈ വയലിൽ ഇറങ്ങിയിട്ട് അവിടെ കിടന്ന നശിച്ച് കിടന്ന എല്ലാ ചെടി കറ്റകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഞാൻ ആലോചിച്ചു ആ തലേ ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല, ഈ തീരുമാനം എടുത്തിരിക്കും. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ആ കവിത. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക. ഇത് എത്ര പ്രാവശ്യം കേൾക്കുമ്പോഴും അയാളുടെ അവസ്ഥയുണ്ട്, മാനസികാവസ്ഥയുണ്ട്. ഇനി എൻ്റെ കരളും പകുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊല്ലൽ ഒരു ശൈലിയും കൂടെ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത് ആ വികാരത്തെ. അതൊരു പക്ഷേ ഈ ചൊല്ലലിനെ കുറച്ചുകൂടെ ചില ഭാഗത്തു നിന്നൊക്കെ ഈ ചൊല്ലൽ കവിതകളോടൊരു എതിർപ്പുണ്ട്. അങ്ങനെയല്ല, കവിത അങ്ങനെയല്ല വേണ്ടതെന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ ശരിക്കും ആ കലയുടെ ധർമ്മം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ പുതിയ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, അതായത് ഇതൊരു നല്ല കലയാണ് ഈ ആലാപനം എന്ന് പറയുന്നത്, പദ്യപാരായണം എന്ന് പറയുന്നത്. പദ്യം എന്ന് പറയുന്നത് ഒരു സാഹിത്യരൂപവും പാരായണം എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്. അപ്പോൾ പദ്യം ചൊല്ലുക എന്ന് പറയുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു സമന്വയമാണ്. അതൊരു അനുഭൂതിയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിലനിർത്തുക തന്നെ വേണം. അതുകൊണ്ട് ആലാപനത്തെ പുച്ഛിക്കുന്നവരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കഥ എഴുതി പരാജയപ്പെടുക, നോവലെഴുതി പരാജയപ്പെടുക, സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുക, പരാജയപ്പെടുക ചെയ്യുന്ന ആളുകൾ കവിതയിലേക്ക് വരികയും അവർ കൃത്യമായും അവർക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്ത, ആധുനിക വായനയൊക്കെ നല്ലതുള്ള അവർ സ്വാഭാവികമായി അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സങ്കേതങ്ങളെ ആധുനികമെന്ന് കാണുക, അതിൽ അഭിരമിക്കുക, അത് കഴിഞ്ഞുള്ള വേറെ എല്ലാം അധമമാണെന്ന് കാണുക. അങ്ങനെ ഒരു ഫ്യൂഡലിസ്റ്റിക് ഒരു ജമ്മിത്ത ബോധം ഈ മലയാള സാഹിത്യത്തിൽ കടന്നു വന്നു. പ്രത്യേകിച്ചും ഈ കാവ്യ സാഹിത്യത്തിൽ അവർക്ക് ആധിപത്യം കിട്ടിയ കാലത്ത് സംഭവിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു പറ്റിയെന്ന് പറഞ്ഞാൽ മലയാളികൾ മലയാള കവിതയിൽ നിന്ന് അകന്നുപോയി. 90കളിൽ ഗ്ലോബലൈസേഷൻ വരികയും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം വ്യാപകമാവുകയും പിന്നെ സമ്പദ് വ്യവസ്ഥയും രാജ്യവും ലോകവും എല്ലാം ഗ്ലോബലൈസ്ഡ് ആവുകയൊക്കെ ചെയ്ത കാലത്ത് കുട്ടികൾ ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പഠിക്കുകയും അവരന്തം വിട്ട് വേറെ എന്ത് മലയാള കവിത അവരതിനെക്കുറിച്ച് ചിന്തിക്കാതാവുകയും നമ്മുടെ കവികളെല്ലാം ഗദ്യരൂപത്തിലുള്ള കവിതയാണ് കവിതയെന്ന് അവരാരും തിരിഞ്ഞു നോക്കാതെ പോവുകയും ചെയ്തു. പുസ്തകം നമ്മൾ ആ കാലഘട്ടത്തിലെ ആഴ്ചപ്പതിപ്പുകളൊക്കെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയാൽ ഈ കവിത എഴുതിയ ഭാഗം മാത്രം ആരും തുറന്നു നോക്കി നല്ല വെളുവിളായിരിക്കും, നല്ല പുത്തനായിരിക്കും. അത് വേണമെങ്കിൽ ആ പുത്തൻ മണം തന്നെ അവിടെ കാണും, ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കും. കാരണം അവിടെ ആരും തൊടാതെയായി. അങ്ങനെ കവിത അന്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പം മധുസൂദനൻ നായരുടെ സാറൊക്കെ ഗംഭീരമായി കവിതയുമായി മുന്നോട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹവും പിന്നെ നിന്ന് പോയ ഒരു കാലമുണ്ട്. അദ്ദേഹം ഒരു ഇടവേള എടുത്ത കാലം. ആ സമയമായി കഴിയുമ്പോൾ പിന്നെ കവിത തീരെ ഇല്ല. അപ്പോൾ ആ കാലത്താണ് ഈ കന്നഡ പോലുള്ള കവിതകൾ ജനകീയമായി വരുന്നത്. അതിൽ നിന്നൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, ഞാൻ അധ്യാപകനായിരുന്നതുകൊണ്ട് എനിക്കറിയാം. ഈ കവിതകളൊക്കെ കയറി ഉയർന്നു വന്ന സമയത്ത് ഈ യുവജനോത്സവത്തിലെ പദ്യം ചൊല്ലൽ മത്സരത്തിലെ പങ്കാളിത്തം ഗംഭീരമായി കൂടി. അപ്പോൾ ഒരു 20 കുട്ടികൾ പങ്കെടുത്തോണ്ടിരുന്നിടത്ത് 80, 90, 100 കുട്ടികൾ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ കവിത ചൊല്ലുക എന്ന് പറയുന്നതിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. അതൊക്കെയാണ് ഈ ജനകീയ കവിതകൾ നൽകിയ ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പം അതിനു മുമ്പ് എങ്ങനെയാണെന്ന് കേട്ടാൽ ഈ നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മുടെ രക്ഷകർത്ത ബോധമുള്ള പണക്കാരായ രക്ഷകർത്താക്കൾ ചെയ്യുന്നതെന്ന് ഒരു അല്പം പ്രതിഭയുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടിച്ച് പഠിപ്പിച്ച് ആദ്യം ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കും, നൃത്തം പഠിപ്പിക്കും, മിമിക്രി പഠിപ്പിക്കും, മോണാക്ട് പഠിപ്പിക്കും, കൂടെ ഒരു പദ്യവും പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കിട്ടുന്ന പോയിന്റ് ചേർത്താണ് ഈ കുട്ടിക്ക് എന്താവുന്നത്, കലാപ്രതിഭയും തിലവും ഒക്കെ ആവുന്നത്. എങ്കിലേ അവർക്ക് MBBS അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് കേട്ടാൽ
ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വരുന്ന സാറിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഒരു കവിത എടുത്ത് വിടും. അതും ക്ലാസിക്കലായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ നമ്മൾ പദ്യം പറയണ ശ്രദ്ധിച്ചാൽ മതി. രജനീഷ് ഇനിയും ശ്രദ്ധിച്ചു. ഈ ക്ലാസിക്കലായുള്ള പിന്നെ മറ്റേ ഇപ്പോൾ പറയുന്നില്ലേ സംഗതികളൊക്കെ ഇട്ട് ഇങ്ങനെ ചൊല്ലി ആളുകളെ പേടിപ്പെടുത്തി വലിച്ച് നീട്ടി അക്ഷരങ്ങളെയൊക്കെ എല്ലാ ആവശ്യമില്ലാത്തടത്ത് മുറിച്ച് ക്ലാസിക്കലാക്കി പാടുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കിട്ടുക. അവിടേക്ക് ഈ സാധാരണ കുട്ടികൾ വെറും കാസറ്റും CD ഒക്കെ കേട്ടിട്ട് പൈസയൊന്നുമില്ലാത്ത പാവപ്പെട്ട മക്കൾ അവരെല്ലാം ഇത് കേട്ട് പഠിച്ചിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കവിത കൊച്ചു മക്കളുടെ ഹൃദയത്തിലേക്ക് എത്തുകയും അവരതിനെ അവർക്ക് കിട്ടാവുന്നിടത്ത് ആവിഷ്കരിക്കുന്നതിലേക്ക് കൊണ്ടുവരാനും ഈ ജനകീയ കവിതയ്ക്ക് ഇടയുണ്ടായിട്ടുണ്ട്. അതിലൊരു കടമ ഈ എൻ്റെ ഈ കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പാകട്ടെ, ഉണരാത്ത പത്മതീർത്ഥങ്ങളാകട്ടെ, ബാഗ്ദാദാകട്ടെ, കന്നഡയാകട്ടെ അത് വഹിച്ചിട്ടുണ്ട് എന്ന ധർമ്മം മാത്രമാണ് ഞാൻ കാണുന്നത് മലയാള എഴുത്തിൽ അല്ലെങ്കിൽ കാവ്യശാഖയിൽ. ഞങ്ങളും ഒക്കെ ചൊല്ലി നടന്നു ഇങ്ങനെ, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. അപ്പൊ നമുക്കില്ലാത്ത ശബ്ദത്തിന്റെ ഗാംഭീര്യമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ പൊലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അതും പ്രശ്നമാണ്. രേണുകയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് കാരണം നമ്മളെ സ്വന്തം പിന്നെ ശബ്ദത്തെ ഞങ്ങൾ ആ കേൾക്കുന്ന ശബ്ദത്തെ അനുകരിക്കണം. അത് അങ്ങനെ വരും. അതൊരു വലിയൊരു പോരായ്മയും കൂടെയാണ്. അവരവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഇട്ട് കവിത ചൊല്ലാൻ കഴിയണം. അപ്പൊ അതാണ്. അപ്പം നമ്മളിപ്പോ യേശുദാസ് പാടിയ പാട്ട് വേറെ ചില ആളുകൾ അദ്ദേഹം പാടും പോലെ അനുകരിക്കുന്നവരെക്കാൾ കൂടുതൽ അദ്ദേഹം പാടും പോലെ അല്ലാതെ സ്വന്തം ശബ്ദത്തിൽ ഗംഭീരമായി പാടുന്നവരെ നമ്മൾ കൊണ്ടാടുന്നില്ലേ? അവരവരുടേതായ കോൺട്രിബ്യൂഷൻ അവരുടെ ശബ്ദത്തിൽ ചെയ്യുന്നു. അവരുടേതായ ഏറ്റക്കുറച്ചിലും ഭാവമൊക്കെ ഉണ്ട്. പുതിയ പിള്ളേർ പ്രത്യേകിച്ച് അവരിപ്പം പുതിയ സാധനം പഴയ പാട്ടുകളെടുത്ത് പുതിയ ഗംഭീരമായ വെർഷൻസ് അവരിറക്കുന്നില്ലേ? അത് നമ്മളെല്ലാവരും അതിനെ ആസ്വദിക്കും. അതുപോലെ അവരവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടാവണം ഏത് കാര്യത്തിലും. അത്രേ ഉള്ളൂ. ഇനി വരേണ്ടത് പ്രണയനഷ്ടത്തിലേക്കാണ്. പ്രണയനഷ്ടത്തിന് ഏത് കാലഘട്ടത്തിലും ഡിമാൻഡ് ഉണ്ട്. കാരണം ബ്രേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോകിന് ആവശ്യമുള്ളൊരു കാര്യമാണ് ബ്രേക്കപ്പ്. ഇത് നിരന്തരമായി ഇങ്ങനെ സംഭവിച്ചാലേ ആൾക്കാരൊക്കെ പഠിക്കുള്ളൂ എന്നാണ് എൻ്റെയൊക്കെ പക്ഷം. രേണുക അതേപോലെ കുറച്ചുകൂടെ താത്വികമാണെങ്കിലും രേണുക നമുക്ക് അത്തരത്തിലുള്ളൊരു ആശ്വാസവും കൂടെ നൽകുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ബ്രേക്കപ്പ് സംഭവിച്ച എല്ലാവർക്കും ഇത്തരം പാട്ടുകളൊക്കെ എടുത്ത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. അത് എന്താണെന്ന് ഒരുപാട് പേര് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. ചിലപ്പം സ്വന്തം അനുഭവങ്ങളിലൂടെയോ ഇല്ലെങ്കിൽ അങ്ങനെ സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥകളിലൂടെയൊക്കെ അവർക്ക് പോകാൻ കഴിയുന്നതുകൊണ്ടായിരിക്കും അത് കൂടുതൽ ആസ്വദിക്കപ്പെടുന്നത്. രേണുക ചൊല്ലിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. രേണുക എൻ്റെ കവിതകളിൽ താരതമ്യേന കൂടുതൽ ആളുകളുടെ ഹൃദയത്തിൽ എത്തുന്ന അതിന് കാരണം ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യത്തെ വേറൊരു അർത്ഥത്തിൽ ആവിഷ്കരിച്ചിരിക്കുമ്പോൾ ഇതെൻ്റേതാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടേതും കൂടെ ആയി മാറുന്നത്. ഇപ്പൊ രേണുക എന്ന കവിതയെ സ്വന്തം കവിത ആയി കാണുകയാണ് എല്ലാവരും കൂട്ടുകാരൊക്കെ. അപ്പോൾ അതിനകത്ത് ഏതോ ഒരു വാക്കോ ഒരു വരിയോ തൻ്റേത് കൂടെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ നഷ്ടപ്രണയ ബോധങ്ങളിലെ ഒരു കൺസോളിഡേഷനാണ് ആ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ധാരാളം നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ നഷ്ടപ്പെട്ട ഒരുപാട് പ്രണയബോധങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയും പറയാം. പല ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തതാണെന്നും പറയാം. നമുക്കറിയാവുന്നതും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ പിരിയുന്നു രേണുകയെ നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം എന്ന്. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. അതാണ്. നമ്മളല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് പിരിയാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അല്ലാതെ പിരിയുന്ന സമയത്ത് പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാനസിക ആരോഗ്യമില്ലാത്തവരായി മാറാൻ പാടില്ല. ഒരു വേർപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം പരസ്പരം പറഞ്ഞ് പിരിയാനുള്ള പ്രണയ ആരോഗ്യം. ഞാൻ പുതിയതായിട്ട് കോൺ ചെയ്യുന്നൊരു വാക്കാണ് പ്രണയ ആരോഗ്യം. നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. വേണ്ടേ? അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ. ഇന്ന് ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടില്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ തന്നെ കുട്ടി ഒരു നിഷ്കളങ്കയായ മോളെയും കൂടെ കൊലപാതകത്തിന് കൊണ്ടുവരുന്നു പ്രണയത്തിൻ്റെ പേര്. അപ്പം ഇതെല്ലാം തന്നെ പ്രണയത്തിൻ്റെ കുറ്റമോ പ്രണയ നഷ്ടത്തിൻ്റെ കുറ്റമോ അല്ല, പ്രണയിക്കുന്നവന് പ്രണയാരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പ്രണയം ഒരു ചാപ്റ്ററായി പഠിപ്പിക്കണം, പ്രണയ നഷ്ടം എങ്ങനെ ആസ്വദിക്കാമെന്ന് മറ്റൊരു ചാപ്റ്ററായി പഠിപ്പിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു
പിരിയുമ്പോഴേ തോന്നനഞ്ഞ് കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമ ഘനഭംഗികൾ. പിരിയുന്നു രേണുകേ, പിരിയുന്നു രേണുകേ, നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ, നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അങ്ങനെ പോകുന്നതാണ്. എന്താ അറിയോ, ഇത് തീരരുതെന്നായിരുന്നു ഞാൻ ഇതിങ്ങനെ പോട്ടെ കുറച്ച് സമയം അങ്ങനെ. അതായത് ഈ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണമെന്നേ, ഓർമ്മിക്കണമെന്ന വാക്ക് മാത്രം നമുക്ക് ഏത് സാഹചര്യത്തിൽ ആരോടും പറയാം. നിറയുന്നു നീ എന്നിൽ, നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പല ഓർമ്മകളുടെയും കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞു വീഴും നമ്മുടെ മുന്നിൽ, അല്ലേ? ചിലപ്പോൾ നമ്മളിൽ നിന്ന് നിറഞ്ഞു വീഴും. അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ഫെയർ ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ബ്രേക്കപ്പ് അറിഞ്ഞൂടാ പിള്ളേർക്ക്, എങ്ങനെയാണ് ബ്രേക്കപ്പ് ആവേണ്ടതെന്ന് കുറച്ചുകൂടെ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ബ്രേക്കപ്പിന് ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണ്. സത്യത്തിൽ ആരോഗ്യപരമായ സമൂഹമാണ് ഡിവോഴ്സും ബ്രേക്കപ്പും ഒക്കെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിങ്ങനെ നിരന്തരമായ ഒരു പ്രോസസ്സാണ്. അത് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇപ്പോൾ തേപ്പ് എന്ന് പറയുന്ന വാക്ക് പോലും ഒരർത്ഥത്തിൽ പോസിറ്റീവായിട്ട് നമുക്ക് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അപ്പോഴാണ് ഒരു തേപ്പ് കിട്ടാൻ പ്രാർത്ഥിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. ഓരോരുത്തരും അവരവരുടെ, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളതാണ്, പ്രണയ നഷ്ടമുണ്ടാ എന്ന അസുലഭമായ ഭാഗ്യം ഉണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കണം. എന്നിട്ട് പ്രണയ നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിൽ നിന്നുള്ള നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർക്കണം. ഞാൻ നീ അടുത്തുണ്ടായിരുന്ന കാലം, നീ അടുത്തുണ്ടായിരുന്ന കാലം, ഇങ്ങനെ ഓർക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മയാണ് പ്രണയനഷ്ടം. അല്ലാതെ മറ്റൊരാളിനെ കൊല്ലാനോ മറ്റൊരാളിന് കഷായം കൊടുക്കാനോ ഉള്ള ഒരു അവസ്ഥയല്ല പ്രണയനഷ്ടം. നീ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ കവിത നീ അടുത്തുണ്ടായിരുന്ന കാലം, ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ, നീ അടുത്തില്ലാതിരുന്ന കാലം, ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ, സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം, എന്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ, നീ അടുത്തുണ്ടായിരുന്ന കാലം. നോക്കൂ, നീ അടുത്തുണ്ടായിരുന്ന അങ്ങനെ ഒരു കാലം ഉള്ളതുകൊണ്ടല്ലേ എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് ആർക്കായാലും ഇങ്ങനെ ചിന്തിക്കാനും ഒരു ദുഃഖത്തില് ഒരു സാന്ത്വനമായ ചില ഓർമ്മകളെ കൊണ്ടു നടക്കാനും കഴിയും. അതിപ്പോഴും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ചൊല്ലാൻ കഴിയില്ല. അടുത്തുണ്ടായിരുന്ന ഒരു കാലത്തെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാണ് പ്രണയ നഷ്ടത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. അതാണ് കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം, നോക്കുന്നതെന്തിനു നീ എന്നെ എന്നോ നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം, നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം,
മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം. മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ട പ്രണയത്തിനോർമ്മ പോലിത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ. നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്നാണ്. പ്രണയത്തെക്കുറിച്ച് വേറെ വരി എന്ന് പറയുന്നത് പാതി പാതി പറയാതെ ഇരുപാതിയായി നമ്മൾ എന്ന് പറയുന്ന. പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ. അതെ, അത് പടമാണ്. അത് നൈറ്റ് ഡ്രൈവ്. നൈറ്റ് ഡ്രൈവിനകത്ത് എനിക്ക് 2 നൈറ്റ്സ് വരെയാണ് ചെയ്തത്. ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട്. രഞ്ജിൻ നമ്മുടെ പടം നിത്യാമാമൻ പാടിയത് വോയിസ് ഭയങ്കര മനോഹരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് പാട്ടേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കണ്ണൂരം പാടിയിരിക്കുന്നത് ശ്രേയഘോഷല്ല. അത് ഭയങ്കര രസമല്ലേ? അതിന് അവാർഡ് കിട്ടി. അതെ, അവർക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള 2011 11 ഏറ്റവും നല്ല ഗായികക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. കണ്ണൂരം ചിങ്കാരം അവാർഡ്. അത് എം ജയചന്ദ്രനാണ്. അതെ, എം ജെ ഒരുവിധപ്പെട്ട ഗായികർക്കൊക്കെ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത ആ പടത്തിൽ തന്നെ സുദീപ് കുമാറിന് അവാർഡ് കിട്ടി. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ, എന്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ എന്ന് പറയുന്ന പാട്ടാണ്. പിന്നെ ദാസേട്ടൻ മലയാള സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് പാടിയ പാട്ട് മല്ലു സിംഗിലെ എന്റെ ഗാനത്തിന്റെ 4 വരികളാണ്. മല്ലു സിംഗ് എന്ന സിനിമയിൽ അപ്പോഴായിരുന്നു അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കിയത്. അപ്പൊ ഭാഗ്യത്തിന് എന്റെ പാട്ട് പാടുകൊണ്ടാണ് അദ്ദേഹം ചം ചം എന്ന് പറയുന്ന പാട്ട്. നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം, ചം ചം ചമുക്ക് ചമു ചം ചം, നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാക പൂക്കുന്ന ഗന്ധം. ഈ പാട്ടിന്റെ 4 വരി ശ്രേയ ഘോഷലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ അവസാനത്തെ 4 വരി ഇതിനു വേണ്ടി മാത്രം 50 വർഷം പൂർത്തിയാകുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം ആലോചിച്ചുകൊണ്ടാണ്. അങ്ങനെ കയ്യൊപ്പുള്ള കുറെ പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ എം ജി ശ്രീകുമാരേട്ടൻ സ്വതന്ത്ര സംഗീത സംവിധായകനാകിയ പടം ഒരു നാൾ വരുമെന്ന സിനിമ, അതിലെ പാട്ടുകൾ എഴുതാൻ അവസരം കിട്ടി. അതിനകത്താണ് മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ, കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം, മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം. പാട്ട്, ആ പാട്ടൊക്കെ എഴുതുമ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ ബാല്യത്തെ കാര്യങ്ങൾ ഓർക്കാൻ കഴിഞ്ഞുണ്ട് പുതിയ മക്കൾക്ക്. പക്ഷെ ആ അർത്ഥത്തിൽ അങ്ങനെ നൈർമല്യമുള്ള വരികൾ എഴുതാൻ ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ കുളിരുന്നില്ല അവരുടെ ബാല്യം. അവരെ 4 മണിക്ക് വിളിച്ചുണർത്തുന്നു, അവരെ പഠിക്കാനിരുത്തുന്നു, 6 മണി വരെ പഠിക്കുന്നു, കുളിപ്പിക്കുന്നു, ആഹാരം കൊടുക്കുന്നു, ട്യൂഷൻ അധ്യാപകം വരുന്നു, 7 മണി കഴിയുമ്പോൾ റെഡിയാക്കുന്നു, യൂണിഫോം ഇടുന്നു, ബാഗ് എടുക്കുന്നു, വണ്ടി വരുന്നു, കയറ്റുന്നു, 4 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു, യൂണിഫോം മാറുന്നു, ട്യൂഷൻ അയക്കുന്നു, തിരിച്ചു വരുന്നു,
ആഹാരം കൊടുക്കുന്നു, പഠിക്കാനിരുത്തുന്നു, പഠിക്കുന്നു, 10:30 മണി വരെ പഠിക്കുന്നു, കിടത്തി ഉറക്കുന്നു, 4 മണിക്ക് എണീക്കുന്നു. ബാല്യം കുളിരുന്നില്ല അവർക്ക് ബാല്യം കുളിരാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വാർദ്ധക്യം കുളിരാത്തത്. കാരണം നമ്മൾ അവർക്ക് അവരുടെ ബാല്യം കൊടുക്കാത്തതുകൊണ്ട് അവർ നമുക്ക് എന്ത് തരില്ല, നമ്മുടെ വാർദ്ധക്യം തരില്ല. കാരണം അവരുടെ ബാല്യം മുഴുവൻ നമ്മളിങ്ങനെ ഇടിച്ച് പിഴിയുമ്പോൾ അവസാനം ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവരൊന്ന് നിവർന്ന്, അപ്പോഴത്തേക്കും നമ്മൾ വാർദ്ധക്യം. പിന്നെ നമ്മളെ നോക്കിക്കൊണ്ട് നടന്നാൽ പോരെ അവർ പിന്നെയാണ് ജീവിക്കുന്നത്. ആ സമയത്താണ് വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരിതപിക്കുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മളെ വൃദ്ധസദനത്തിലാക്കി എന്ന് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവൻ്റെ ബാല്യം അല്ലെങ്കിൽ അവളുടെ ബാല്യം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം മനതാരിൽ അങ്ങനെ ബാല്യം കുളിർന്നത് കൊണ്ടാണ് എഴുതാൻ പറ്റിയത്. ആരോ നീട്ടിയ മഷിത്തണ്ട്, പണ്ട് നമ്മളെ സ്ലേറ്റ് അല്ലേ, സ്ലേറ്റ് മായ്ക്ക മഷിത്തണ്ട്, കൂട്ടുകാരികൾ നീട്ടിയ മഷിത്തണ്ട് നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. ഈ മാരിമഴ മാഞ്ഞു പോയി എന്ന് പറയുന്നത്, മാരിമഴ മാഞ്ഞു പോയി, നല്ല രസമുള്ള പടവും കൂടെ ആയിരുന്നു പിക്കറ്റ് 43. അതിന്റെ കൂടെ തന്നെ ആ പാട്ടും പോയി എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം. മേജർ രവിയുടെ പടമാണ് ആ പടം. അത് നല്ലായിരുന്നു. രതീഷ് വേഗയാണ് അതായത് ആ പാട്ട് സംഗീതം ചെയ്തത്. അപ്പോൾ എനിക്ക് അദ്ദേഹം ട്യൂൺ അയച്ചു തരുമായിരുന്നു. ആ സാഹചര്യം പറഞ്ഞു, അതായത് ആ പടം മുന്നോട്ട് നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പോൾ രജനീഷ് സൂചിപ്പിച്ച പോലെ എനിക്ക് വലിയ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. കാരണം ആ പടം പാകിസ്ഥാനിലും മനുഷ്യരുണ്ടെന്ന് കാണിക്കുന്ന പടമാണ്. രജനീഷ് കണ്ടില്ല? അത് ഇന്റർനാഷണൽ സിനിമയാണ്. അത് പാകിസ്ഥാനിലും മനുഷ്യരാണുള്ളത് എന്ന ഓർമ്മപ്പെടുത്തൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു പടമായിരുന്നു. സാധാരണ മനുഷ്യജീവിതമുള്ള മനുഷ്യരാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ 10 പേരെ കൊന്നു, 10 സൈനികർ വധിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം തോന്നിട്ട് കാര്യമില്ല. ആ വധിക്കപ്പെട്ടതും നമ്മുടെ സഹോദരങ്ങൾ തന്നെ. അവരെ നാടിനെ സംരക്ഷിക്കാൻ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമ്മൾ, ആ അർത്ഥത്തിലേ ഉള്ളൂ. അങ്ങനെ 2 സൈനികർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പിക്കറ്റിൽ 2 സൈനികർ തമ്മിലുണ്ടാകുന്ന ഭയങ്കര ആത്മബന്ധത്തിൻ്റെ ഒരു കഥ പറയുന്ന അധികം. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഒരു പുഴയും മറുപുഴയും ചേരുമ്പോൾ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു. ഇന്ത്യയും പാകിസ്ഥാനിലെയും മനുഷ്യർ പരസ്പരം ചേർന്ന വേറെ ഒന്നും ആവില്ല. വീണ്ടും ഒന്നും ചേർന്ന ഇമ്മിണി വലിയ ഒന്നെന്ന് ആര് പറയുന്നു? പക്ഷെ അതേപോലെയാണ് ഒരു നദിയും വേറൊരു നദിയും ചേർന്നാൽ വേറൊരു വലിയ മഹാനദി ഉണ്ടാവുകയുള്ളൂ. വേറെ അല്ലേ, ഒരു വലിയ ഒന്നുണ്ടാവുകയുള്ളൂ. അതാണത്, ഒരു പുഴയും മറുപുഴ. അതിനകത്ത് പ്രണയവും ഉണ്ട്. ഇയാൾ വീട്ടില് ഗർഭിണിയായ ഭാര്യയെക്കുറിച്ച് ഓർക്കുകയാണ്. അവർ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ആ ഏകാന്തമായി ഒറ്റയ്ക്ക് രാത്രി കിടക്കുമ്പോൾ 2 സൈനികർ 2 ടെറൈനിൽ ആലോചിക്കുന്നതായിട്ടാണ് പടം. അതാണ് മാരി മഴ മാഞ്ഞു പോയി, കാറ്റിലില വീണു പോയി, ഒരു പുഴയും മറുപുഴയും ചേരുമ്പോൾ ഒരു നദിയായി കരകവിയാതൊഴുകുന്നു. ഓരോ ഹൃദയങ്ങൾ തോറും തോരാ മഴയായി സ്നേഹം പിന്നെയും പിന്നെയും പെയ്യുന്നു വെറുതെ എന്നാണ്. അപ്പോൾ അതെനിക്ക് നല്ല സന്തോഷത്തോടെ എഴുതിയൊരു പാട്ടായിരുന്നു. പക്ഷേ ആ പടം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടായിരിക്കാം പാട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ എത്തിയില്ലെന്ന് തോന്നുന്നു. താന തനനാന എന്നെനിക്ക് രതീഷ് എനിക്ക് അയച്ചു തരികയായിരുന്നു. അതിൽ എഴുതിയതാണ്. സന്തോഷം അങ്ങനെ ചില പാട്ടുകൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ യുദ്ധത്തിനെതിരെ എഴുതിയതാണ് ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണെന്ന് അമ്മ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിൽ ആത്യന്തികമായി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴേ മനുഷ്യർ കൂടുതൽ മനുഷ്യരായി മാറേണ്ടതായിരുന്നു സത്യത്തിൽ. പക്ഷേ അങ്ങോട്ട് അപ്പം മനുഷ്യൻ കൂടുതൽ മനുഷ്യരാകും തോറും യുദ്ധത്തോടുള്ള കൊതി കുറഞ്ഞു വരും. എങ്ങനെയാണ് മനുഷ്യന്റെ ഇൻഡിക്കേറ്ററിനെ നമ്മൾ കാണേണ്ടതെന്ന് കേട്ടാൽ കൂടുതൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആകുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ എടുക്കേണ്ട ഇൻഡിക്കേറ്ററുകളൊന്നും നമുക്ക് യുദ്ധം പോലുള്ള അക്രമത്തിനോട് നമുക്കുണ്ടാകുന്ന വിരക്തിയാണ്. അപ്പോൾ ഒരു സമൂഹം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം വളരും തോറും യുദ്ധത്തോടും ആക്രമണത്തോടുള്ള വിരക്തി കൂടിക്കൂടി വരേണ്ടതാണ്. പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. വളർച്ചയുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ലായ്മയാണ് യുദ്ധ കൊതി കാണിക്കുന്നത്. എല്ലായിടത്തും നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര നികൃഷ്ടമായി ഈ പാലസ്തീനിലൊക്കെ മക്കൾ അനുഭവിക്കുന്ന വേദനയൊക്കെ കണ്ട് നമുക്ക് എങ്ങനെ ആഹ്ലാദിക്കാൻ കഴിയുന്നു, നമുക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ കഴിയുന്നത് പോലും നമുക്ക് തോന്നാറുണ്ട്. അപ്പം ആ കാലത്ത് ഇറാഖിലെ കുട്ടികൾ ഈ ചാനൽ വാർത്തകളൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കൽ നോക്കുമ്പം കാണാം കുറേ കറുത്ത തുണിക്കെട്ടുകൾ ഇങ്ങനെ കിടക്കും. ഞാൻ വിചാരിച്ച് വെറും തുണിക്കെട്ടായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പാൻ ചെയ്ത് പോകുമ്പോൾ കാണാം അതിൽ നിന്നൊരു അറ്റ കൈ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നു.
അത് കിടക്കുന്നതെല്ലാം ഈ ഉമ്മമാരാണ്. ഈ അവർ മൊത്തത്തിൽ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ട് അത് തുണിക്കെട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം ഒരു കാലത്ത് നമുക്ക് മനുഷ്യന് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ അപരിഷ്കൃതരായിക്കൊണ്ടേയിരിക്കുന്നു. മണൽ കരിഞ്ഞു പറക്കും യന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തല കീറിച്ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്. അതിനകത്ത് ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി ഒരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായി ഒരു കൈ. രണ്ട് കൈയും പോയവന്റെ പിന്നെ പ്രാർത്ഥന മുഴുവൻ ഒരു കൈ വേണമെന്നായിരിക്കും. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായി ഒരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം.